ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നമ്മളിന്നൊരു വെഡ്ഡിങ് പാർട്ടിക്കാണ് പോകുന്നത്. ഇതാണ് ചെക്കനും പെണ്ണും. നല്ല മൊഞ്ചുള്ള സുന്ദരി കുട്ടിയാണ് മണവാട്ടിക്കുട്ടിൻ്റെ വീടാണ് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ളത്. ഇതാണ് നമ്മളെ ഓഡിറ്റോറിയം, മിലി ഓഡിറ്റോറിയമാണ് അതിൻ്റെ പേര്. അപ്പം ഓഡിറ്റോറിയം ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ്. ഞങ്ങൾ പോയിട്ടില്ല ഓഡിറ്റോറിയത്തേക്ക്. നമ്മളെ നാട്ടിൽ തന്നെയാണ്, കൂറ്റമ്പാറയാണ് ഈ ഓഡിറ്റോറിയം ഉള്ളത്. കൂറ്റമ്പാറ എത്തണ്ട, അതിൻ്റെ ഇടനടുവിലായിട്ടാണ് ഓഡിറ്റോറിയം ഉള്ളത്. നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഓട്ടോയിലാണ് പോയത്. അപ്പം ഓഡിറ്റോറിയത്തേക്ക് നമ്മൾ നടന്നിങ്ങനെ പോവുകയാണ്. ഞങ്ങളൊരു 12 മണിയാകുമ്പോഴത്തേനും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് തിരക്കാവണുള്ളൂ. അപ്പം ഫുഡ് കഴിക്കാനുള്ള ഓട്ടത്തിലാണ്. എൻ്റെ മോനാണ് ഈ വീഡിയോസ് എടുക്കുന്നത്. ഓൻ ഫുള്ള് ഫോക്കസ് ചെയ്തിരിക്കണത് എല്ലാവരുടെ കാലാണ് ഫോക്കസ് ചെയ്തിരിക്കണത്. അതാണ് മോൾ ഭാഗം കാണാതെ കാല് മാത്രം കാണുന്നുണ്ട് ഗൈസ്. ഓടിച്ചെന്ന് ആദ്യം തന്നെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്കാണ് എത്തിയിരിക്കണത്. അവിടെ എല്ലാവരും ഫുഡ് കഴിക്കണം. അപ്പോൾ അവിടെ ഓനാദ്യം പോയി സ്ഥലം ഉണ്ടോ നോക്കി, സ്ഥലമല്ല. അതിലവിടുന്ന് മെല്ലെ തിരിച്ച് പോയി നിൽക്കണം. ഇവിടെയാണ് സ്റ്റേജുള്ളത്. സ്റ്റേജിൻ്റെ പുതുമണവാട്ടിയും ഫ്രണ്ട്സൊക്കെ ഫോട്ടോസ് അങ്ങനെ എടുക്കുന്നുണ്ട്. ആൾക്കാരെത്തിയിട്ടില്ല, ചെയറൊക്കെ കാലിയായി കിടക്കുകയാണ്. ആൾക്കാരിങ്ങനെ വരുന്ന തിരക്കാകണുള്ളൂ. അപ്പോൾ തന്നെ ഞങ്ങൾ കുട്ടികളെയും കൊണ്ടായതുകൊണ്ട് വേഗം പോയി വരാമെന്നില്ല ഇതിലാണ് ഞങ്ങൾ നേരത്തെ പോയത് അങ്ങോട്ട്. അപ്പോൾ ഏതായാലും നമുക്ക് പുതുപ്പെണ്ണിനെ ഒന്ന് കാണാം. അപ്പം വീഡിയോ കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം. അപ്പം ഫ്രണ്ട്സിനെ കുറേ കണ്ടു, അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുകയാണ്. മീനുട്ടി അതെല്ലാം അന്തം വിട്ട് ഇങ്ങനെ നോക്കുകയാണ് അവരെയൊക്കെ കണ്ടിട്ട്. ഇവരെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടില്ല, പരിചയമാണ്. അപ്പോൾ അവൻ അവിടെ നിന്ന് കണ്ടപ്പോൾ സന്തോഷമായി. ഇതൊക്കെ പൂന്നാരിൻ്റെ കുടുംബക്കാരും ഫ്രണ്ട്സൊക്കെ തോന്നുന്നു. ഞങ്ങളറിയില്ല, ഞങ്ങളാരും അവിടെ അറിയില്ല. ഞങ്ങൾ പുതിയ താമസക്കാരായതുകൊണ്ട് അവിടെ പരിചയപ്പെട്ട് വരുന്നുള്ളൂ. ഏതായാലും ഫുഡിൻ്റെ അവിടെ തിരക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഞങ്ങൾ. ഫുഡ് അവിടെ ചിക്കൻ ബിരിയാണി അല്ല, ബീഫ് ബിരിയാണി ആയിരുന്നു. ബിരിയാണി പറ്റാത്തവർക്ക് സാമ്പാറും ചിക്കൻ കടായി അങ്ങനെ എന്തൊക്കെയുണ്ട്. പക്ഷെ ഞങ്ങൾ ബിരിയാണിക്കാണ് ഇരുന്നത്, ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. മീനൂസ് ഉമ്മമ്മാൻ്റെ മടിയിലാണ് ഇരിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും സ്റ്റേജിൻ്റെ അടുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോസ് എടുക്കാനൊക്കെ ഞങ്ങൾ വിളിച്ചു, പക്ഷെ ഞങ്ങൾ പോയിട്ടില്ല. മടിയാണ് ഗൈസ്, ഒക്കെ അറിയാത്ത ആൾക്കാരല്ലേ. അപ്പോൾ ഞങ്ങൾ പോയില്ല. പിന്നെ നിർബന്ധിച്ചതുമില്ല, അതാണ് സത്യം. ഏതായാലും ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുക്കണ കണ്ട് അങ്ങനെ നിന്നു. അപ്പോൾ അതിന് മീനുട്ടി കരയിലെടുത്തി ഒക്കെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഉള്ള ചേറിൻ്റെ അടുക്ക് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലെടുത്തി. അന്യം അത് അന്തം മുട്ടിരിക്കട്, അന്യും അല്ലൊക്കെ. അപ്പോൾ ഗൈസ്, പുതുമണവാട്ടിയും പുതുമണവാളനും കുറേ നിക്കാഹ് കഴിഞ്ഞിട്ട് കുറേ കാലം അയക്കണ്, 2 വർഷമൊക്കെ അയക്കണ് തോന്നണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഇതൊന്നുമില്ല, ഓൽക്ക് കുറവൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വേഗം പോന്നു കഴിഞ്ഞപ്പോഴാണ് ചെക്കൻ്റെ വണ്ടി വരുന്നത് ഇങ്ങനെ കണ്ടത്. ചെക്കനെ കാണണമെന്നില്ല, ഫുള്ള് കൂളിങ്ങിലെ കാറായതുകൊണ്ട് കണ്ടിട്ടില്ല. ഞങ്ങൾ ഓട്ടോറിക്ഷ കാത്തങ്ങ് നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മളെ കൂറ്റമ്പാറ സ്കൂൾ കണ്ടത്. അന്ന് പഠിച്ച സ്കൂളാണ്. സ്കൂൾ ആദ്യം ഇങ്ങനെ പഴയ കെട്ടിടമായിട്ട് പൊളിഞ്ഞടാനായ കെട്ടിടേനി. അപ്പോൾ ഏതായാലും നല്ല അടിപൊളി കെട്ടിടമൊക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു, വീട്ടിലേക്ക് പോന്നു ഓട്ടോയിൽ. അപ്പോൾ തിരിച്ചു പോന്നപ്പോഴാണ് മീനുവിന് സന്തോഷമായത്. പോന്നല്ലോ ഓളങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ പരിപാടിക്കൊക്കെ പോയാൽ ഒരു സമാധാനത്തില്ല, നമുക്കൊരു ഇതില്ല, അങ്ങനെ കരയും ആൾക്കാരെ കണ്ടാൽ. പിന്നെ എൻ്റെ അടുത്ത് നിന്നാണെങ്കിൽ പോവില്ല, എൻ്റെ അടുത്ത് തന്നെ നിൽക്കും, വേറെ ആരും എടുക്കാനും അയക്കൂല. എൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് വരെ പോവില്ല. അപ്പോൾ വീഡിയോസ് എടുക്കണ അന്യമാണ്. അപ്പം അന്യ റോഡ് അങ്ങ് എടുക്കുക. റോഡ് അടിപൊളിയായിരിക്കണം നമ്മൾ റോഡ് കേട്ടോ. റോഡൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് റബ്ബറൈസർ റോഡായിരിക്കണം, കത്തിച്ച് വിടാം. അങ്ങനെ അത്രയ്ക്ക് നല്ല റോഡായിരിക്കണം. ആദ്യമൊക്കെ ഫുള്ള് കുഴിയേനി, ഇപ്പോൾ ഒക്കെ ലെവലാക്കി ഷാറാക്കി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഞങ്ങൾ ഫ്രണ്ട് ക്യാമറ ഒക്കെ എടുത്ത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മുഖം അഞ്ചമ്മ കുറവായി, അഞ്ചമ്മ ചിരിച്ചതാക്കണം. ഇതിൻ്റെ അനിയത്തിയാണ്, അനിയത്തിൻ്റെ കയ്യിലാണ് മീനുട്ടിയുള്ളത്. ആ മീനുട്ടി കാറ്റുണ്ടോളം ഉറങ്ങിക്കണത് ഗൈസ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിരിച്ചങ്ങനെ ഇച്ചിക്കാ ചിരിച്ചേറപ്പോൾ ഞാൻ ചിരിച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണം. ഓക്കെ, ബൈ.